എന്നാൽ ഈ സുന്ദരമായ വേദിയിൽ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണമേ. നിങ്ങളുടെ കണ്ണും കാതും കുറച്ചു നേരം ഇങ്ങോട്ട് തിരിക്കണേ. കഥയുടെ പേരെന്താണെന്നറിയാമോ? പ്രവാചകരും അനാഥബാലനും. പെരുന്നാൾ ദിവസം ഒരു അനാഥബാലൻ മറ്റു കുട്ടികളോടൊപ്പം സന്തോഷത്തോടെ കളിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പള്ളിയിലേക്കും വീടുകളിലേക്കും മടങ്ങിപ്പോയി. തനിക്കും അവരെ പോലെ പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ആ കുട്ടി കരയുമ്പോഴാണ് നമ്മുടെ മഹാന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലാകുന്നത്. ഇത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞെട്ടി. എന്ത്, ഈ കുട്ടി ഇവിടെ കരയുന്നത്? അവൻ കുളിച്ചിട്ടില്ല, കീറിയ വസ്ത്രമാണ് അണിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, മോനെന്താ കരയുന്നത്? നീ പള്ളിയിൽ പോകുന്നില്ലേ? കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പുതിയ വസ്ത്രമില്ല, ഭക്ഷണം തരാനും ആരുമില്ല. നബിയുടെ കണ്ണീർ പൊഴിഞ്ഞു. പാവം കുട്ടി, അവൻ മാതാപിതാക്കൾ ഉണ്ടായിരിക്കില്ല. അവനെ സ്നേഹപൂർവ്വം വാരിയെടുത്തു, തുരുതുരവും മുളച്ചു. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു, ആയിഷ, ഇന്ന് നമുക്കൊരു വലിയൊരു അതിഥിയുണ്ട്. അവനെ കണ്ട മനസ്സിലിരുന്ന ആയിഷ ബീവി ഓടിച്ചെന്ന് അവനെ നോച്ചു. പിന്നെ കുളിപ്പിച്ച് വസ്ത്രങ്ങൾ അണിയിച്ചു. വസ്ത്രം ധരിച്ച് സുന്ദരനായ ആ കുട്ടിയോടൊപ്പമാണ് പെരുമാൾ നിസ്കാരത്തിന് പോയത്. തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചതും കൂടെ തന്നെ ഒരു അനാഥ കുട്ടിയോട് തിരുനബിക്കുണ്ടായിരുന്ന സ്നേഹമാണ് നാം കണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിലുമുണ്ട് അനാഥ കുട്ടികൾ. അവർക്ക് കൊണ്ട് നമ്മെ പോലെ ജീവിക്കാൻ ആഗ്രഹം. നമ്മെ കൊണ്ട് കഴിയുന്ന സഹായം നാം അവർക്ക് ചെയ്യണം. തന്റെ നടുവിരലും ചൂണ്ടവിരലും ചേർത്തുകൊണ്ട് പറയും, ഞാനും അനാഥരെ സംരക്ഷിക്കുന്നു, സ്വർഗ്ഗത്തിൽ